പിന്നെ മഷ്റൂം പിന്നെ നമ്മുടെ കോളിഫ്ലവറും ഇതുപോലെ തന്നെ നമ്മള് ഓറഞ്ച് ഇട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ചിക്കൻ കറി നമ്മള് പണ്ട് നാട്ടിൽ പോയ സമയത്ത് ഒന്നും കുറയുന്നില്ല. ആയുർവേദം നോക്കി, അലോപ്പതി നോക്കി, ഹോമിയോ നോക്കി, എല്ലാം നോക്കി, നാട്ടുവൈദ്യം ചെയ്ത് നോക്കി, ഒന്നും ഏശുന്നില്ല. അല്ല, നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് വീണതിന്റെ അടുത്ത ദിവസം നല്ല അടിപൊളി മഴ. ഇന്നലെ മഞ്ഞ്, ഇന്ന് നല്ല മഴ. നാളെ എന്താണെന്ന് നോക്കാം. നാളെ മഴയാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 8 മണിയായി. ഇപ്പൊ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണം. 5-ന് ഡ്യൂട്ടി കഴിഞ്ഞ് വിളിക്കാൻ പോകണം. അപ്പൊ നമ്മൾ സെറ്റായി. എനിക്ക് നാളെ ഉള്ളു ഡ്യൂട്ടി. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അമ്മയുടെ ബാക്കി ഇരുന്ന കുറച്ച് പൊറോട്ടയും ഒരു പൊറോട്ടയും ഇച്ചിരി കറിയും എടുത്ത് കഴിക്കാനായിട്ട്. ഇനി വൈകുന്നേരം ഉള്ളേ. മഴ പെയ്ത് തോന്നുന്നു കേട്ടോ. അടിപൊളി ഒരു മഴയായിരുന്നു. ഇനി മഴ ഇങ്ങനെ ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് കുറച്ച് നേരം മാറി നിൽക്കും. അതാണ്, മഞ്ഞെല്ലാം ഉരുക്കി മാറി സെറ്റായി. ഉച്ചക്കത്തെ ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. മുട്ട ചിക്കൻ പൊരിച്ചതും മീനച്ചാറും മാങ്ങാച്ചാറും. അതിനുശേഷം ഒരു ഷോപ്പിങ്ങിന് പോകണം. ഇപ്പം 4:15. ഞങ്ങള് കടയിൽ പോകാനുള്ള ലിസ്റ്റ് എഴുതാണ്. ഇങ്ങനെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. നമുക്കധികം നമ്മൾ ആ ലിസ്റ്റിലുള്ള സാധനമായിരിക്കും മിക്കതും മേടിച്ചോണ്ട് വരുന്നത്. എന്നാലും 1-2 സാധനങ്ങളൊക്കെ എടുക്കും, എങ്കിലും അധികം ഒന്നും വാരി വലിച്ചെടുക്കത്തില്ല. ഇത് ഒരു ബഡ്ജറ്റ് സേവിങ് ട്രിക്കാണിത്. നമ്മളിങ്ങനെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വരും. എല്ലായിടത്തേക്കും പോയി എന്താ വേണ്ടെന്ന് തപ്പി ഇങ്ങനെ എല്ലായിടത്തോണ്ട് വരും. അപ്പം ഇതൊരു നല്ല ട്രിക്കാണ് കേട്ടോ. ഇവിടെ ഷോപ്പിംഗ് തകർത്തോണ്ടിരിക്കുകയാണ്. ഇത് പാൽ സെക്ഷൻ, അപ്പുറത്ത് ബേക്കറി സെക്ഷൻ. നമ്മൾ ക്രിസ്മസ് കരോളിന് വെക്കാൻ വേണ്ടി കുറച്ച് സോപ്പ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ ഫാമിലി, നമ്മളൊരു 10-12 ഫാമിലീസ് ഉണ്ട് ഇവിടെ അടുത്തുള്ള. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചുമ്മാ കരോൾ ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യാണ്. സാധനം മേടിച്ചിറങ്ങി. നല്ല അടിപൊളി മഴ. നമ്മുടെ തൊപ്പിയൊക്കെ നനഞ്ഞു പോകൂടെ. ഒരേനെടുക്ക നടുപിടിക്കണ്ട. ചരിഞ്ഞു പോയി. മുട്ട ഉണ്ടായിരുന്നു അതില്. അല്ല, മുട്ട വേണ്ട അതിലാ താണ്ടിരിക്കുന്നു. ഒതുക്കി വെക്കണേ, മുട്ട പൊട്ടല്ലേ. തുങ്ങിടിയൊക്കെ മേളില. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ചുങ്കോ നേരെ ഇരിക്കേ. അതതിന്റെ മേലിട്ടങ്ങ് വെച്ചാ മതി. ട്രോളി കൊണ്ടുവന്ന് വെച്ചിട്ട് വരൂ. പെട്രോൾ അടിക്കാൻ പോകണം. നമ്മൾ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്നത്. മഴ ഇതുവരെ തോർന്നിട്ടില്ല. നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് നമ്മളൊരു സിനിമ കാണണം. സിനിമ കാണുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങള് കുറച്ച് ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കഴിക്കണമല്ലോ, ഇന്റർവെല്ലിന്. ഡിന്നർ. അതെ. അപ്പൊ പച്ചക്കറി തിന്നാൻ ഭയങ്കര മടിയാ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് എന്തെങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് ബ്രോക്കോളി പിന്നെ കോളിഫ്ലവറുടെ ആവിക്ക് വെക്കുവാണേ വേവിക്കാൻ. വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് ക്യാപ്സിക്കോ മഷ്റൂം എല്ലാവരും കൂടി ബട്ടറിലിട്ടിട്ട് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കും. മറ്റേ ഇത് ഗ്രില്ല് ചെയ്യുന്ന കാരണം അതിന്റെ കൂട്ടത്തില് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പെറുക്കി തിന്നും. പഴക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോ അതിനുള്ള കളപ്പണിയാണ്. പിന്നെ നമ്മളെ താറാവ് ഓറഞ്ചിനകത്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഓവനിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഓവൻ. 2 മണിനകത്ത് ഡിന്നർ. എന്തൊക്കെ കഷ്ടപ്പാടാന്ന് നോക്കണം. പച്ചക്കറി തീറ്റിക്കാൻ പിള്ളേര് ഇത് കഴിക്കാൻ ഇച്ചിരി പാടാ. വെള്ളത്തിലിട്ട് വേവിക്കാൻ നോക്കും. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, വേവിക്കാൻ നോക്കും. സ്കൂളിൽ നിന്ന് കഴിക്കുമായിരിക്കും. അവൻ സ്കൂളിൽ നിന്ന് കഴിക്കത്തില്ല. നാട്ടിലാകുമ്പോ എല്ലാം കഴിക്കാറുണ്ട്. ഇവിടെ വന്നേ പിന്നെ പച്ചക്കറി കഴിക്കത്തില്ല. ഇറച്ചിയും മീനും മാത്രം മതി. മീനോടും ഇപ്പൊ വലിയ താല്പര്യമില്ലാണ്ടായി. ഇറച്ചിയാണ് ഇപ്പൊ. ചിക്കനും ബീഫും.
ഫിഷ് ആൻഡ് ചിപ്സ്. ഇവിടുത്തെ മെയിൻ ഒരു സാധനമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. അതൊക്കെ ഇപ്പൊ ഇഷ്ടം ഇംഗ്ലീഷുകാരുടെ മീൻസ് അവരുടെ സ്കൂളിൽ നിന്ന് കഴിച്ചാൽ പുള്ളിക്ക് അങ്ങനത്തെ ഫുഡിനോടായി തുടങ്ങിയ താല്പര്യം. നമ്മൾ പിന്നെ ചിക്കനും ബീഫും ഒക്കെ എന്ത് കാണിച്ചുണ്ടെങ്കിലും എരിയല്ല എന്താണേലും അത് മാത്രം അത് കഴിച്ചോളും. പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പം അങ്ങനെ പറ്റി പീസൊക്കെ കാണിച്ച് കഴിപ്പിച്ചു നോക്കാം. കുറെ സ്റ്റണ്ട് എടുക്കണം എന്നാലും കഴിപ്പിക്കാം. ഫുള്ള് വൈറ്റമിൻ ഡെഫിഷ്യൻസി അവന്റെ മുഖത്തൊക്കെ ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചു എന്നിട്ട് അത് പോകുന്നില്ല. വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഫുള്ള് ഇങ്ങനെ വെള്ളത്ത് കളർ ചേഞ്ച് പോലെ വന്നു തുടങ്ങി. ഒരാളിവിടെ ക്ലേ കൊണ്ട് കളിക്കുന്നുണ്ട്. ക്ലേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അവൻ ഒരു ഒച്ചിനെ ഉണ്ടാക്കുന്നത്. മലയാളം ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഓക്കെ, നല്ലതുപോലെ ഉണ്ടാക്കട്ടാ. ഞങ്ങള് കുറച്ച് ക്യാപ്സിക്കം ആയിരിക്കണം അത് വിചാരിച്ചു. കുറച്ച് ക്യാപ്സിക്കം, മഷ്റൂം. അഞ്ജുവിന് താറാവ് ഇഷ്ടമല്ലാതല്ല, കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ സാൽമോൺ മേടിച്ചത്. സൽമാനെ മേടിച്ചത്. സൽമാൻ അവിടെ നിന്ന് 10 മിനിറ്റ് ഓവനി വെക്കണത്. കളർഫുൾ ക്യാപ്സിക്കം. ചില ആൾക്കാരെ കമന്റ് അടിക്കുന്നുണ്ട് വീഡിയോയ്ക്ക് ലെങ്ത് വേണമെന്നുള്ളത്. 20 മിനിറ്റ് ഒക്കെ വേണമെന്നുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ ലെങ്ത് ഒരുപാടായി കഴിഞ്ഞാൽ. ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അല്ല, ഇപ്പൊ നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മള് മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. നമ്മളല്ലാതെ ഡേ ഇൻ മൈ ലൈഫ് ചെറിയ ചെറിയ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് ലെങ്ത് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. എങ്കിലും മാക്സിമം ഒക്കെ നമ്മള് നമ്മുടേതായ രീതിയിൽ സംസാരിച്ചൊക്കെ ഇടുന്നുണ്ട് അല്ലേ. ആണ് ഇവിടെ നമ്മുടെ കുഞ്ഞിന് ഉപയോഗിക്കുന്ന കിഡ്സിന്റെ ഇത് ബോഡി വാഷ് സനെക്സ്. ഇത് വലിയവർക്കും ഉണ്ട് പിള്ളേർക്കും ഉണ്ട്. കുറച്ച് കൂണും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓവന് വെക്കാൻ വേണ്ടി. ഇതെല്ലാം ഓവന് വെക്കും. ഗ്രില്ല് പെപ്പറും ഉപ്പും ഇട്ടിട്ട് ഓവനിൽ വെക്കും. അപ്പൊ നമ്മള് ഇറച്ചികളോടെ അതും കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നമ്മൾ വെജിറ്റബിൾ കൂടുതൽ കഴിക്കണമെന്നാണല്ലോ. ചിലർ ചോദിക്കുന്നുണ്ട് വർക്കിംഗ് ഡേ വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. വർക്കിംഗ് ഡേ വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല, ഫോൺ അലൗഡ് അല്ല. നമുക്ക് ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിവിടെ 5-3 ഷിഫ്റ്റ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഞാൻ 4 ഷിഫ്റ്റ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഞാൻ ഡേ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, 5 നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരാൾ അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ വീഡിയോ എടുക്കാൻ ആള് കാണത്തില്ല. നമ്മളിപ്പോ അവിടെ പോയി എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ഒന്ന് ആകെ ബ്രേക്കിന്റെ ടൈം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ അത് വെറുതെ ഒരു ഇഷ്യൂ ആക്കാം. പിന്നെ നമ്മള് വർക്കിംഗ് ഡേയിൽ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഫുഡ് എന്തൊക്കെ കൊണ്ടുപോകുന്നുള്ളതൊക്കെ വീഡിയോ ഒക്കെ കാണിക്കാം അല്ലെ. അങ്ങനെയൊക്കെ എടുക്കാം, പക്ഷെ ജോലി സ്ഥലത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതിന് ഒരു പ്രൈവസി ഉണ്ടല്ലോ, അവർ സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നിറച്ച വെജിറ്റബിൾസ് ആണ്. സവാള, ക്യാരറ്റ്, പിന്നെ പലതരം ക്യാപ്സിക്കം, പിന്നെ മഷ്റൂം, പിന്നെ നമ്മുടെ കോളിഫ്ലവർ. കഴിക്കും മോളെ കഴിക്ക്. ഇവിടെ എല്ലാം ഇതായിട്ട് കിടക്കാണ്. കാരണം ഞങ്ങളിപ്പോ ഷോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേന് സാധനം അവിടെ ഇവിടെ എല്ലാം പറക്കി വെച്ചേക്ക. നമ്മളെടുത്ത് വെച്ചിട്ടില്ല. എടുത്ത് വെക്കണം. ഇതൊക്കെ ഉള്ളിട്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ അതിരുന്നോളും. നമ്മുടെ കാര്യങ്ങൾ നടക്കും. കുരുമുളക് ഇട്ടു. ബട്ടർ മേടിക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല. കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രേ. ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കി. കോൺ ഐസ്ക്രീമാ? കോൺ ഐസ്ക്രീമാ. ഇതല്ലോ സ്ട്രോബെറി, ഗ്രേപ്പും ബ്ലൂബെറി. ഓക്കെ. കോണും ബ്രോക്കോളി പൊടിഞ്ഞു പോയി. ആവിക്ക് വെച്ച് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടിട്ട് ഞാൻ വെച്ചിട്ട് മറന്നുപോയി. അപ്പം ബ്രോക്കോളി വെന്തുപോയി. പിന്നെ ഞാൻ ബട്ടർ ഇട്ട് കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ പൊടിഞ്ഞു. നമ്മളല്ലേ കഴിക്കുന്നേ. പച്ചക്കറി ഇങ്ങനെ പുഴുങ്ങി തിന്നാനൊക്കെ നല്ല കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോടെ?
ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ വെച്ച് എനിക്കറിയാൻ മേല. എന്നാലും ഇനി അടുത്തൊരു ആഗ്രഹം എന്തോ? തൽക്കാലത്തേക്ക് ഞാൻ ആഗ്രഹത്തെ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ നേരത്തെ ചോദിക്കണ്ടേ, എന്നാലും ആലോചിച്ച് വെച്ച് പറയത്തില്ലേ, സഡനായിട്ട് ചോദിക്കുന്നില്ലേ? അങ്ങനല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തേലും ആഗ്രഹിക്കാനുണ്ടെന്നുള്ളെങ്കിലും പറഞ്ഞ. ഇനിയോ? ഇനി എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയോ? കടങ്ങളൊന്നുമില്ലാതെ ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് ജീവിക്കുക. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഇന്നലെ പാതിരാത്രിയിൽ ഒരാൾക്ക് ഗ്യാസാന്ന് പറഞ്ഞിട്ട് പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടത്. ഒക്കത്തിനും പുളിയാ, എനിക്കൊന്നും വേണ്ട. ഞാനാ കടയിൽ പോയത്, പറഞ്ഞതൊന്നും മേടിച്ചില്ല. പറഞ്ഞതുകൊണ്ട് ഓറഞ്ച് മേടിച്ചല്ലോ. അവിടെ 2-3 ലെമണേഡ്, 3 ലെമണേഡ് ഞാൻ എടുത്തിട്ട് വന്നു. കാരണം ഇവിടെ വന്നിട്ട് ഇനി അതും ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് 3 മേടിച്ചോണ്ട് വന്നു. ഞാൻ പറഞ്ഞ സാധനം ഞാൻ കുടിച്ചു തീർത്തു. ഇത് പൊട്ടിച്ച് ഇതിൽ ഒഴിച്ചു നോക്കി കുടിക്കാൻ, പക്ഷെ ഇത് ഭയങ്കര പുളി വേണ്ട. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലതാണെന്നാ പറയുന്നത് കേട്ടോ. അറിയത്തില്ല, നല്ലതാന്നല്ല. ഗ്യാസ് ഒക്കെ കയറിയിരിക്കുകയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്റെ മറ്റേത് കൂടെ ചേച്ചി പറഞ്ഞു, ഇവിടെ മറ്റേ ഷുഗർ ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോ ലൂക്കോസൈഡ് കുടിപ്പിച്ചിട്ട് ആ ഷുഗർ ടെസ്റ്റ് എടുക്കുന്നതെന്ന്, അത് കുടിച്ചിട്ട് ചെല്ലാനാ പറയുന്നത്. അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് അത് മേടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത് മേടിക്കാൻ പറഞ്ഞു. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി, എന്തു പറയുന്നേ, ഗ്യാസ് കയറി നമ്മുടെ വയറിൽ കിടന്ന് ഉരുള് മറയത്തില്ലേ. എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥയായിപ്പോയായിരുന്നു. കണ്ണാടി വെച്ചേക്കുന്നത് എന്തിനാന്ന്? എന്റെ കണ്ണിന് ഒരു കാഴ്ച, എന്റെ ഒന്ന് തലവേദനയ്ക്ക്, പിന്നെ ഇടത്തെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. കണ്ണാടി വെക്കാതെയൊക്കെ വായിക്കാം, പക്ഷെ ദൂരെയുള്ളതൊന്നും വായിക്കാൻ പറ്റത്തില്ല. തലവേദന വരുന്ന കാരണം അങ്ങ് വെക്കുന്നു. ഇടയ്ക്ക് ഒത്തിരി തലവേദനയൊക്കെ ഉള്ളപ്പോൾ എടുത്ത് വെക്കുന്നതാ. മൈഗ്രെയിൻ ഉണ്ട്, അതല്ല. ഞങ്ങള് കുറെ ആയുർവേദം നോക്കിയതാണ്, പക്ഷെ ആയുർവേദം എല്ലാം നോക്കി, ഒന്നും കുറയുന്നില്ല. ആയുർവേദം നോക്കി, അലോപ്പതി നോക്കി, ഹോമിയോ നോക്കി, എല്ലാം നോക്കി, നാട്ടുവൈദ്യം ചെയ്ത് നോക്കി, ഒന്നും ഏശുന്നില്ല. ഭയങ്കര മൈഗ്രെയിന്. എന്റെ കൂട്ടത്തിൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പൊ കണ്ണ് സ്ട്രെയിൻ ആകുമ്പോ നന്നായിട്ട് തലവേദന എടുക്കും. അന്നേരം കണ്ണട വയ്ക്കുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല. നമ്മുടെ താറാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മള് ഓറഞ്ച് ഇട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ചിക്കൻ കറി നമ്മള് പണ്ട് നാട്ടിൽ പോയ സമയത്ത്, അല്ലെങ്കിൽ വെക്കേഷന് പോയ സമയത്ത് ഓറഞ്ച് ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. അത് വേറെ വെറൈറ്റി അല്ല, ഇത് നമ്മള് അല്ലാതെ മേടിച്ചാണ്. താറാവാണ് കേട്ടോ, ഈ ലെവലായിട്ടുണ്ട്. അടിപൊളി. ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കൂടും. വല്ലപ്പോഴും വെച്ചാൽ ആഴ്ച ഒരു പ്രാവശ്യം ഒരു സിനിമ കാണാനിരിക്കും, ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകും. രസമല്ലേ ഫാമിലി ആയിട്ട്. ഉണ്ടാക്കാനൊന്നും വയ്യാഞ്ഞു, ഐറ്റൊക്കെ കഴിഞ്ഞ ക്ഷീണമായി. അപ്പം ഇങ്ങനെ ഇത് മേടിച്ചോണ്ട് വന്നു. നമ്മൾ ഗ്രില്ല് ചെയ്തു, കുറച്ച് വെജിറ്റബിൾസ് അതിന്റെ കൂട്ടത്തിൽ ഗ്രില്ല് ചെയ്തെടുത്തു. വിജയുടെ പടം കാണണം. ഞാൻ ലിയോ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, എങ്കിലും നമ്മൾ കാണാതെ ഇത്രയും ദിവസം രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരാൻ വേണ്ടി നോക്കിയിരിക്കും. അതെ, ഞങ്ങൾക്ക് ഒരു കോമൺ അവധി വരുന്നത് തിങ്കളാഴ്ചയാണ്. 5 നൈറ്റ് ഓഫ്, എനിക്ക് ഡേ ഓഫും. അപ്പൊ ആ ദിവസമാണ് ഞങ്ങളുടെ പരിപാടികൾ മൊത്തം. ആ ദിവസം ഞങ്ങൾ കുറെ വീഡിയോ എടുക്കും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കുക്ക് ചെയ്യും. കൂടുതലും കുക്ക് ചെയ്യും എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ. ഇപ്പം വയ്യാത്ത കാരണം കുക്കിംഗ് ഒക്കെ കുറവാ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഇട്ടുകൊണ്ടതേ അല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ട് നാളുകളായി. ആരോഗ്യം അനുവദിക്കുന്നില്ല, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അവളാണെങ്കിൽ അപ്പൊ അവിടെ പോയി കിടക്കുമായിരിക്കും, അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ ഇടാത്തത്. അങ്ങനെ നമ്മുടെ താറാവ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിച്ചായിരുന്നേ. ഓറഞ്ച് ചിക്കൻ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം. മമ്മി കൂടെ പറയട്ടെ. മമ്മി ഫെബ്രുവരി വരും കേട്ടാ. നമുക്ക് ഇപ്പൊ ഏകദേശം 7 മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മമ്മീനെ കൊണ്ടുവരണം. ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവും. മമ്മി എന്റെ അനിയത്തി ഇവിടെ ഉണ്ട് ലണ്ടനില്. അപ്പൊ അവളുടെ കൂടെ വരും. എല്ലാ പേപ്പറെല്ലാം ശരിയായാലേ. നമ്മള്
ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 1-2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2ാമത്തെ വീടാണ്. ഈ വീട് മാറണം. 5 കാരണം എന്ന് പറഞ്ഞാല് 5 നമുക്ക് ഇവിടെ 2 റൂമേ ഉള്ളൂ. 3 റൂം വേണം. മമ്മി വരുന്നതുകൊണ്ട് ഒരു റൂം എക്സ്ട്രാ വേണം. 3 റൂം വേണം. എല്ലായിടത്തൊന്നും ഇഷ്യമല്ല. നമുക്ക് ഇവിടെ എപ്പോഴും അവര് ചെക്കിങ്ങിന് വരും. അപ്പൊ അവര് നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവര് ചോദിച്ചു. അപ്പൊ എന്നിട്ട് നമുക്ക് ഈ വീട് മാറണം. അത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജനുവരി അത് മാറണം. അടുത്ത മാസം വീട് മാറണം. 5 വെജിറ്റബിൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വീട് മാറണമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആട്ടോ. അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടു. കഴിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ഓർത്ത് ഗ്രില്ല് ചെയ്യാനേ. ക്ഷമയില്ലാത്ത കാരണം ഞാൻ ഗ്രില്ലിൽ കയറ്റി വെച്ച സാധനം തിരിച്ചെടുത്തിട്ട് പാലിലിട്ടിട്ട് അതൊക്കെ. ഇനി നമ്മള് സിനിമ കാണാൻ സമയം ഇപ്പൊ 9:05 എനിക്ക് നാളെ ഡ്യൂട്ടിയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിപാടി, കലാപരിപാടികൾ. നമ്മുടെ പരിപാടികളൊക്കെ ഒരുവിധമൊക്കെ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം. നമ്മുടെ ഡെയിലി ലൈഫ് കാണിച്ച് ഫുഡ് മാത്രമാണ്. ഫുഡ് രസമല്ലേ? ഫുഡ് മുഖ്യമെങ്കില് ഒറ്റയ്ക്കുള്ളപ്പോ നമ്മള് മദ്യം ഉപയോഗിക്കാറില്ല. അവിടെ കൂട്ടുകാരുള്ളപ്പോൾ മാത്രമേ മദ്യം ഉപയോഗിക്കാറുള്ളൂ. എന്റെ കണ്ടപ്പോ എപ്പോഴാണെങ്കിലും കുളിച്ചിട്ട് വന്നു കഴിയുമ്പോ എന്റെ കഴിച്ചിട്ടൊന്നുമില്ല. അത് പറ. ഇനിയിപ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ വെള്ളം അടിച്ചിട്ടിരിക്കാന്ന്. അത് ഏറ്റവും ഒരു കാര്യം, നിങ്ങൾ സംസാരിക്കുമ്പോ ഉണ്ടല്ലോ മൂക്കിന്റെ കൂടെ കൂടുതൽ സംസാരിക്കുന്നത്. ഇപ്പൊ പലരും ഓർക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. ആ സൗണ്ട് ഉണ്ടല്ലോ അതല്ല, അതിന്റെ കൂടെ ശ്വാസം കൂടെ ഇതാവുന്നുണ്ട്. ഒന്ന് കണ്ണിങ്ങനെ ഒരു കണ്ണറിയുക. അപ്പൊ എല്ലാരും അടിച്ച് കിണ്ടിയായിട്ടിരിക്കണേന്ന് എല്ലാരും വിചാരിക്കും. വല്ലപ്പോഴൊക്കെ ഉള്ളു രസം. അത്ര രസമല്ല. അതെ, വല്ലപ്പോഴും എല്ലാവരും കൂടുമ്പോൾ വല്ലപ്പോഴും എല്ലാവരും കൂടുന്നത് നമ്മള് അടുത്തടുത്താക്കും. അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ 9:15 ഇപ്പൊ നമ്മള് സിനിമ കാണാൻ പോകണം. അതിനുമ്പോ നമ്മുടെ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എല്ലാം സെറ്റാണ്. അതെ, അടിപൊളി. ഒരിക്കലെങ്കിലും നിങ്ങള് ഓറഞ്ച് ഇട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ താറാവ് കറിയോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയാണ്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഞങ്ങളുടെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ അതിനകത്തുണ്ട്, ഓറഞ്ച് ചിക്കൻ. നമ്മുടെ നാട്ടിൽ വെച്ചുണ്ടാക്കി ഓർമ്മയുണ്ടോ? ഡാഡി അമ്മി വെക്കേഷന് പോയിട്ട് വന്നപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ വെക്കേഷൻ വന്നപ്പോ നാട്ടില് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങള് സിനിമ കാണാൻ പോവാണ്. സൈനിങ് ഓഫ്. അപ്പം ഗുഡ് നൈറ്റ്.